ഉയരത്തെയും ആഴത്തെയും ഒരു കോലിൽ ചേർക്കുന്നു. ഉയരത്തെയും ആഴത്തെയും ഒരു കോലിൽ ചേർക്കുന്നു. മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ. മനുഷ്യപുത്രൻ തന്റെ ഇരുബലിയിൽ ഓർക്കുകയാണിവിടെ. ഓർക്കുകയാണിവിടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങയും ആത്മാവോടും കൂടെ. പ്രിയ മരിയ ഭക്തരെ, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ശ്രൈൻ വെബ് ടി വിയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇന്നലെ നിങ്ങളുടെ നിയോഗങ്ങൾക്കായി കുർബാനയ്ക്ക് എഴുതിയവർക്ക് വേണ്ടിയും പ്രത്യേകമായി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. Dear devotees, this Mass is offered for all the faithful gathered here and those who are participating through Shrine Web TV as well as other social media, and in a very special way for those who wrote their Mass intention yesterday. அன்னையின் அன்பு பக்தர்களே, இத்திருப்பலியானது ஆலயத்தில் கூடியிருக்கும் பக்தர்களின் கருத்துக்களுக்காகவும் திருத்தல இணையதளம் மற்றும் அனைத்து சமூக ஊடகங்களின் வழியாக பங்கெடுக்கும் பக்தர்களின் கருத்துக்களுக்காகவும் நேற்று திருப்பலி எழுதி வைத்தவர்களின் கருத்துக்களுக்காகவும் ஒப்பு கொடுக்கப்படுகிறது. மேலும் இந்த ஒளிபரப்பை காணுகின்ற அனைத்து அன்னையின் பக்தர்களையும் இறைவன் நிறைவாக ஆசீர்வதிக்கவும் இத்திருப்பலியில் மன்றாடுவோம். സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സമാരംഭിച്ച പ്രായശ്ചിത്ത പ്രവൃത്തികൾ അങ്ങേ സഹായത്താൽ തുടർന്നു കൊണ്ടുപോകുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ശാരീരികമായി ഞങ്ങൾ അനുഷ്ഠിക്കുന്നവ ആത്മാർത്ഥ മനസ്സോടുകൂടെ പൂർത്തീകരിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയോടുകൂടെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ രക്ഷകനായ
യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഒന്നാം വായന ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നും 58 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ആവുന്നത്ത ഉച്ചത്തിൽ വിളിച്ചു പറയുക, കാഹളം പോലെ സ്വയം ഉയർത്തുക. എൻ്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ, യാക്കോബിൻ്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുക. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയോ എന്നോണം അവൻ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അവർ എന്നോട് നീതികൾ ആരായിരുന്നു, ദൈവത്തോട് അടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എന്തിനു ഉപവസിച്ചു എന്ന് കാണുന്നില്ലല്ലോ, ഞങ്ങൾ എന്തിനും ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി, അങ്ങ് എന്നെ അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിൽ എത്താൻ ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം ഞാങ്ങണ പോലെ തല കുനിക്കുന്നതും ചാക്ക് വിരിച്ച് ചാരവും വിതറുന്നതിനും ആണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസം എന്ന് കർത്താവിനോട് സ്വീകാര്യമായിരിക്കുന്നത്? ദിവസം എന്ന് വിളിക്കുക. ദുഷ്ടരുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതനെ സ്വതന്ത്രമാക്കുകയും എല്ലാ നുകങ്ങളുടെയും ഒടുക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? വിശക്കുന്നവനുമായി ആഹാരം പങ്കുകയും ഭവനരഹിതരെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിയിരിക്കുകയും നീ വേഗം സ്വം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നീ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തോടൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങയ്ക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. സുവിശേഷഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലിങ്ങ് പോകാം, നാദം എനിക്ക് മുൻപിൽ
കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ദുഃഖം ആചരിക്കാനാവുമോ? മണവാളൻ അവരിൽ നിന്നും അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ വഴി നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ. ആമേൻ. സ്നേഹബഹുമാനമുള്ള വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഉപവാസത്തെക്കുറിച്ച് ഒരു പരാതിയുമായിട്ട് യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് പറയുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടി, മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവറത്തോടർക്ക് എങ്ങനെയാണ് ഉപവസിക്കാൻ സാധിക്കുക? മണവാളൻ അവരിൽ നിന്ന് അകന്നു പോകുന്ന സമയം വരും, അപ്പോഴവർ ഉപവസിക്കും. മണവാളൻ കൂടെ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ സന്തോഷത്തിൻ്റെ സമയത്ത് ഉപവസിക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ പച്ച മലയാളത്തിൽ പറയുന്നത് പോലെ മാംസം വർജിക്കുക, മത്സ്യം വർജിക്കുക, ഒന്നും കഴിക്കാതെ ഒരു ദിവസം നീണ്ടുപോകുക എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ എന്തോ വിരക്തിയോടുകൂടെ ആർക്കു വേണ്ടി കാത്തിരുന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ആർക്കു വേണ്ടിയിട്ടാണോ നമ്മൾ ഉപവസിക്കുന്നത് ആ വ്യക്തി തന്നെ തൊട്ടടുത്തുണ്ടെങ്കിൽ, മണവാളൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ വീണ്ടും ഉപവസിക്കണം? അപ്പം ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഉപവസിക്കണ്ട, ദൈവം നിങ്ങളിൽ നിന്ന് അകന്നു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്താണ് നിങ്ങൾ ഉപവസിക്കേണ്ടത് എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക. ഇന്നത്തെ ലേഖനത്തിൻ്റെ ആദ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്. സത്യത്തിൽ എങ്ങനെയാണ് യോഹന്നാൻ്റെ ശിഷ്യന്മാർക്ക്, കർത്താവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന് മനസ്സിലായത് എന്ന് നമ്മളെ അതിശയിപ്പിക്കണം. കാരണം ഒരാൾ ഉപവസിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകുക? വിഭൂതി ബുധനാഴ്ച നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിലെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കാപട്യം അഭിനയിക്കരുത്, നിങ്ങൾ ഉപവസിക്കുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നരുത്, നിങ്ങളുടെ മുഖം വികൃതമാക്കരുത്, നിങ്ങളുടെ മുഖത്ത് വിഷാദമുണ്ടാകരുത്, നിങ്ങൾ ഉപവസിക്കുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നരുത്. നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകുക, മുഖം പ്രസാദപൂർണമാക്കി വയ്ക്കുക, രഹസ്യത്തിൽ ചെയ്യുക. രഹസ്യത്തിൽ നിങ്ങൾ ഉപവസിക്കുന്നത് കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. അതാണ് കർത്താവ് കഴിഞ്ഞ ബുധനാഴ്ച നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന് മനസ്സിലായത്. കാരണം അവിടുത്തെ പാരമ്പര്യമനുസരിച്ച് ഉപവാസം എന്നുള്ളത് മുഖം വികൃതമാക്കുന്നതോ വിഷാദം നടിക്കുന്നതോ, ഞാൻ ഉപവസിക്കുന്നതാണ്, ഉപവസിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊന്നും ചെയ്ത് കണ്ടില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കർത്താവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. കർത്താവ് വളരെ വ്യക്തമായിട്ട് തരുന്നു, നീയും നിൻ്റെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം അത് ആഴപ്പെടുത്തുവാനായിട്ടാണ് നീ ഉപവസിക്കേണ്ടത്, മറ്റുള്ളവരെ കാണിക്കുവാനായിട്ടല്ല. സത്യത്തിൽ കർത്താവ് ഇത് ആദ്യമായിട്ട് പറയുന്നതല്ല. ഉപവസിക്കുക എന്നുള്ളത് കൂടെ വസിക്കുക, എൻ്റെ കൂടെ ആയിരിക്കുക. നമ്മൾക്കൊക്കെ ഇവിടെ പള്ളിയിലായിരിക്കുവാനായിട്ട് വളരെ ഈസിയാണ്. ശാരീരികമായിട്ട് നമ്മളിവിടെ എല്ലാവരും ഉണ്ട്. പക്ഷെ മാനസികമായിട്ട് നമ്മളിൽ എത്ര പേര് ഇവിടെയുണ്ട്, ദൈവത്തിനോടൊപ്പമുണ്ട്, ഈ കുർബാന കൂടുന്നുണ്ട്,
ഒരു മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ വിരളമായിരിക്കും. നമ്മളിവിടെ ആയിരിക്കും തന്നെയും നമ്മുടെ മനസ്സുകൾ ചിലപ്പോൾ കുടുംബത്തിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളിലായിരിക്കും, ചിലപ്പോൾ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളെക്കുറിച്ചുള്ളൊരു ചിന്തയായിരിക്കും. ഉപവസിക്കുക എന്നുള്ളത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ദൈവത്തോടൊപ്പമായിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സന്ദേശം കർത്താവിൻ്റെ സുവിശേഷത്തിൽ പലയിടത്ത് പറയുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ കാണുന്നുണ്ട്. സ്നാപ യോഹന്നാൻ തൻ്റെ 2 ശിഷ്യന്മാരെ വിളിച്ചിട്ട് കർത്താവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇവനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും. ഉടനെ 2 ശിഷ്യന്മാർ കർത്താവിൻ്റെ പുറകെ പോകുന്നുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയുന്നു, ഗുരു അങ്ങ് എവിടെ വസിക്കുന്നു? കർത്താവ് അതിന് മറുപടി പറഞ്ഞത്, വന്ന് കാണുക. വന്ന് കാണുക എന്ന് പറഞ്ഞാൽ വന്ന് എന്നെ മനസ്സിലാക്കുക, വന്ന് ഉപവസിച്ച് എന്നെ അറിയുക എന്നാണ് കർത്താവ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവർ ആ ഒരു ദിവസം കർത്താവിനോടൊപ്പം കഴിഞ്ഞു എന്നാണ് പറയുക. ആ രാത്രി കർത്താവിനോടൊപ്പം ഉപവസിച്ചു. അതിനുശേഷമാണ് കർത്താവിൻ്റെ പിറകെ കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറുകയും അവർ വഴി മറ്റു ശിഷ്യഗണങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരികയും ചെയ്യുക. നമ്മൾക്ക് മാർത്തായെയും മറിയത്തിനെയും അറിയാം. മാർത്ത എപ്പോഴും പരാതി പറയുകയാണ്, മറിയം വീട്ടുജോലിക്കൊക്കെ മാർത്തയെ സഹായിക്കുന്നില്ല. കർത്താവ് മാർത്തയ്ക്ക് കൊടുക്കുന്ന മറുപടി, മാർത്ത നീ പല കാര്യങ്ങളിൽ വ്യാപൃതിയായിരിക്കുന്നു, എന്നാൽ മറിയത്തിനറിയാം ഏതാണ് പ്രാധാന്യമുള്ളത്, അവളത് തിരഞ്ഞെടുത്തു, അതവളിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റുകയില്ല എന്ന് പറഞ്ഞാൽ മറിയം ചെയ്തതെന്താ? കർത്താവിൻ്റെ തൊട്ടരികെ അവിടുത്തെ ചാരി നിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും ഉപവസിക്കുകയും ചെയ്യുകയായിരുന്നു. കർത്താവ് പറയാതെ പറയുക, നിങ്ങൾ എൻ്റെ അടുത്ത് വസിക്കുക, നിങ്ങൾ എന്നോടൊപ്പം ആയിരിക്കുക, എന്നിൽ നിന്ന് പഠിക്കുക. വീണ്ടും നമ്മൾ കാണുന്നു, ശിഷ്യന്മാരെ ഈ 2 പേരായിട്ട് കർത്താവ് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് വിടുന്നുണ്ട്. പ്രഘോഷിക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കർത്താവ് അയക്കുന്നുണ്ട്. തിരിച്ചു വരുന്ന ശിഷ്യന്മാർ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത്. പിശാചുക്കൾ അവരുടെ വചനങ്ങൾ കേട്ട് വിട്ടുവീഴ്ച പോകുന്നു, രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്നു, ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ചെയ്തു. കർത്താവിന് പെട്ടെന്ന് മനസ്സിലായി ഇവരുടെ ചിന്താഗതികളൊക്കെ ഒരു അത്ഭുതം അവരുടെ കൈകളിലൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ തൻ്റെ അടുത്ത് നിന്ന്, തൻ്റെ ഹൃദയത്തിൽ നിന്ന് മറ്റേതോ ലോകത്തേക്ക് പോവുകയാണ്. ദൈവം അവർക്ക് നൽകിയ കഴിവ് കൊണ്ടാണ് അവർ ചെയ്തത് എന്നൊരു ചിന്ത അവർക്കില്ല. അവർ വാതോരാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവിന് മനസ്സിലായി ഇവരുടെ മനസ്സൊക്കെ ഇത്തിരി പതറിപ്പോയി. ഇതെല്ലാം ചെയ്യുന്നത് അവരുടെ കഴിവാണെന്ന് അവർ വിചാരിക്കുന്നു. ശാരീരികമായിട്ട് മാത്രമല്ല, മാനസികമായിട്ടും ദൈവത്തിൻ്റെ അടുത്തു നിന്ന് അകന്നു പോകുന്ന മനുഷ്യൻ. കർത്താവിനോടൊപ്പമായിരുന്ന ശിഷ്യന്മാർ മനസ്സുകൊണ്ട് കുറച്ച് അത്ഭുതങ്ങൾ അവരുടെ കൈകളിലൂടെ അവർ ചെയ്തപ്പോൾ അവർ പതറിപ്പോയി. കർത്താവ് ഉടനെ തന്നെ അവർ മറുപടി പറയുകയാണ്, വരൂ നമുക്ക് ഒരു വിജനപ്രദേശത്ത് പോയി അല്പനേരം പ്രാർത്ഥിക്കാം, ഒരു വിജനപ്രദേശത്ത് പോയി നമുക്ക് അല്പനേരം ഉപവസിക്കാം. ശിഷ്യന്മാർ വിളിച്ചുകൊണ്ട് കർത്താവ് പോവുകയാണ്. വിജനപ്രദേശത്ത് പോയി അവരെങ്ങനെയാണോ ആയിരുന്നത് അവരെ കൂട്ടി കർത്താവ് അവരോടൊപ്പം ഉപവസിച്ചു. അവർക്ക് കൂടുതൽ കർത്താവിനെ മനസ്സിലാകുന്നു. ഈ ശിഷ്യന്മാർ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അകന്നു പോകുമ്പോഴും കർത്താവ് ഇത് തന്നെയാണ് ചെയ്യുക. ചില സമയത്ത് കർത്താവ് പിടിച്ചു നിർത്തുകയാണ്, ഇങ്ങനെ അടുത്തിരിക്കുക. കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് കർത്താവിനെ വിശ്വസിക്കുവാൻ അപ്പോഴും പ്രയാസമാണ്, ബുദ്ധിമുട്ടുകയാണ്. പത്രോസ്ലീഹ തൻ്റെ സഹോദരങ്ങൾ പറയുക, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. കർത്താവിനെ കണ്ടു, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു, തൊട്ടു. കർത്താവ് അവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു, അപ്പം വിഭജിച്ചു കൊടുത്തു. എന്നിട്ട് അവർ കർത്താവിൻ്റെ വിശ്വാസത്തിലേക്ക് വരുന്നില്ല, ഉപവസിക്കുന്നില്ല. ശാരീരികമായി അടുത്തുണ്ട്, പക്ഷേ മനസ്സുകൊണ്ട് അവർ പതറി നിൽക്കുക. പത്രോസ്ലീഹായുടെ വാക്ക് കേട്ട് ഒരു 7 ശിഷ്യന്മാരാണ് മീൻ പിടിക്കാനായിട്ട് പോവുക. അവർ മീൻ പിടിച്ചിട്ട് രാത്രി ഒന്നും കിട്ടിയില്ല. കർത്താവ് അവരെ തേടി വരികയാണ്. കടൽക്കരയിൽ നിന്ന്, മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, വലതുവശത്ത് വല വീശുക. വലതുവശത്ത് വല വീശി വഞ്ചിയിൽ കയറ്റാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ മത്സ്യങ്ങൾ അവർക്ക് ലഭിച്ചു. അപ്പോഴാണ് യോഹന്നാൻ തിരിച്ചറിഞ്ഞത് അത് കർത്താവാണ്. കാരണം അവർക്ക് എന്തോ നഷ്ടപ്പെട്ടു മനസ്സിൽ, അവരുടെ ജീവിതം പതറി. വല വീശുന്നത് സാധാരണഗതിയിൽ പെട്ടെന്ന് കിട്ടുന്ന അല്ലെങ്കിൽ മുക്കുവരിൽ അഗ്രഗണ്യനായ പത്രോസ്ലീഹായ്ക്ക് പോലും പതറി
ഒന്നും കിട്ടിയില്ല, രാത്രി മുഴുവനും വല വിരിച്ചിട്ട്. എന്നാൽ ആരോ കടൽക്കരയിൽ നിന്ന് പറയുന്നു, വലതുവശത്ത് വീശി ഇത്ര മത്സ്യം കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ, ഞങ്ങളുടെ ഗുരു. യോഹന്നാൻ തിരിച്ചറിയുന്നു അത് കർത്താവാണ്. ഉടനെ തന്നെ പത്രോസ്ലീഹ വെള്ളത്തിലേക്ക് ചാടുന്നതും നമ്മളെല്ലാം കണ്ടതാ. കർത്താവ് പിടിച്ചു കൊണ്ടുവരികയാണ്. അകന്നു പോകുമ്പോഴെല്ലാം കർത്താവ് പിടിച്ച് ഉപവസിക്കുവാനായിട്ട് വരുന്ന വഴി പറയുക, മക്കളെ കുറച്ച് മത്സ്യങ്ങൾ കൂടി എടുത്തേക്കുക. അവർ മത്സ്യമെല്ലാം എടുത്ത് വരുമ്പോൾ കർത്താവ് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി കാത്തിരിക്കുക. ആരും അകന്നു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഉപവസിക്കുക എന്നുള്ളത് ശരീരം കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ട് വരെ നിങ്ങൾ എൻ്റെ അടുത്ത് വസിക്കുക. ശിഷ്യന്മാരൊക്കെ അകന്നു പോകുമ്പോൾ ഉപവസിക്കുവാനായിട്ട് കൈപിടിച്ച് ചേർത്ത് കൂടെ നിർത്തുന്ന കർത്താവിനെ നമ്മൾ കാണുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഉപവസിക്കാറുണ്ട്. മനസ്സുകൊണ്ട് മാത്രമാണോ അല്ലെങ്കിൽ ശരീരം കൊണ്ട് മാത്രമാണോ എന്ന് നമുക്കറിയില്ല. ശരീരം കൊണ്ട് മാത്രം ദൈവത്തിൻ്റെ അടുക്കൽ നിൽക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. പക്ഷേ മനസ്സുകൊണ്ടുകൂടി ഉപവസിക്കുവാൻ ഈ കഴിഞ്ഞൊരു ദിവസം മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. 40 ദിവസം നിങ്ങൾ ഉപവസിക്കുന്നു എന്ന് പറഞ്ഞ് മത്സ്യം നിങ്ങൾ വർജിക്കുന്നു, മാംസം നിങ്ങൾ ഉപേക്ഷിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സുകൾ എവിടെയാണ്? നിങ്ങളുടെ അപ്പനോട് സമാധാനപൂർവ്വം നിങ്ങൾ സംസാരിച്ചിട്ട് എത്ര നാളായി? നിങ്ങളുടെ അയൽക്കാരനോടുകൂടെ സ്നേഹത്തിൽ പെരുമാറിയിട്ട് എത്ര നാളായി? നിങ്ങളുടെ മക്കളോട് സ്നേഹത്തോടെ പെരുമാറിയിട്ട്, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, കുടുംബത്തിൽ സമാധാനത്തോടു കൂടെ നിങ്ങൾ പെരുമാറിയിട്ട് എത്ര നാളായി? എന്നിട്ട് നിങ്ങൾ പറയുന്നു 40 ദിവസം നിങ്ങൾ ഉപവസിക്കുകയാണെന്ന്. ഉപവാസം എന്നുള്ളത് ഭക്ഷണം വർജിക്കുക മാത്രമല്ല, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ദൈവത്തോടും മനുഷ്യരുടെ ഹൃദയത്തോടും അടുത്ത് നിൽക്കുന്നതാണ് ഉപവാസം. ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യഹൃദയങ്ങളോട് അടുക്കാതെ നമുക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തോട് അടുക്കാൻ സാധിക്കുക? അതാണ് മാർപ്പാപ്പ ഉദ്ദേശിച്ചത്. ഉപവാസം എന്നുള്ളത് ഭക്ഷണം ഉപേക്ഷിച്ച് ഒരു മുറിയിലേക്ക് ഒതുങ്ങി ആരെയും കാണാതെ എവിടെയെങ്കിലും പ്രാർത്ഥിച്ച് നിൽക്കുന്നതല്ല. ഉപവാസം എന്നുള്ളത് ഹൃദയങ്ങളോട് ചേർന്ന് നിൽക്കുക. അത് അയൽക്കാരനാണെങ്കിലും സ്വന്തം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ചേർത്ത് പിടിക്കാനും ക്ഷമിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യാനും, അങ്ങനെ നമ്മളെ തന്നെ മനുഷ്യരോട് അടുത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒരുമിച്ച് അടുക്കുന്നതാണ് യഥാർത്ഥ ഉപവാസം. അങ്ങനെ ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഉപവാസങ്ങൾ ദൈവിക അനുഗ്രഹങ്ങളായിട്ട് മാറട്ടെ. നമ്മുടെ കുടുംബങ്ങളെല്ലാവരെയും പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ. ആത്മദാനമായി നൽകാൻ അപ്പവും ആശീർവദിച്ചര കൈകളിൽ നാടുന്നു പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമാ കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമാ ആത്മദാനമായി നൽകാൻ അപ്പവും സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടുത്തെ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, തപസ് കാല അനുഷ്ഠാനത്തിൻ്റെ ബലി ഞങ്ങൾ അർപ്പിക്കുന്നു. ഇത് ഞങ്ങളുടെ മനസ്സുകൾ അങ്ങേക്ക് സ്വീകാര്യമാക്കുകയും സ്വമനസാലെയുള്ള ആത്മസംയമനത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ
അങ്ങേയും ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് വിചിതവും ന്യായവും മന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ആത്മപരിത്യാഗം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ അത് പാപികളായ ഞങ്ങളുടെ അഹങ്കാരം അമർത്തുന്നതിനും വിശക്കുന്നവർക്ക് ആഹാരം ലഭ്യമാക്കിക്കൊണ്ട് അങ്ങേ കാരുണ്യം അനുകരിക്കുന്നതിനും ഇടയാക്കുമല്ലോ. ആകയാൽ എണ്ണമറ്റ മാലാകമാരോട് ചേർന്ന് ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകനാം നിരഞ്ജമതം വിണ്ടലുമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരവോരേക്കും അന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവ വിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയുടെ മരണം പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സഹായരാജിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്ത് നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസന്മാരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടത്തോടൊന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ നാഥാ, നിന്നാമം ഭോജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിങ്ങളും ഭാരിലും ആയിടേണം. അന്നു വേണ്ടുമ്പോൾ ആകാരം നിന്നു നിങ്ങൾക്ക് നൽകുമാറായിടേണം. അങ്ങേതേന്ദ്രോഗം നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ശ്രമിക്കായി. പാവപരീക്ഷ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോരെ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല
പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടി എങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടി എങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടി എങ്ങളിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനില്ല. അങ്ങ് വാങ്ങിച്ചുരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കുർബാന സ്വീകരണം കത്തോലിക്ക ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കത്തോലിക്ക ക്രിസ്ത്യാനികളല്ലാത്തവർ ഇത് സ്വീകരിക്കേണ്ടതില്ല. കുർബാന സ്വീകരിക്കുവാൻ വരുമ്പോൾ നിങ്ങളുടെ ഉടമകൾ ഭദ്രമായി സൂക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോഴിത് വഴங்கப்படும் ദിവ്യ നற்கருணை பாவசங்கீர்த்தனம் செய்து தங்களையே தயாரித்து கொண்ட கத்தோலிக்க கிறிஸ்தவர்களுக்கு மட்டும் வழங்கப்படும். திவ்ய நற்கருணை வாங்க வருகின்ற பொழுது தயவு செய்து உங்கள் உடைமைகளை பத்திரமாக பாதுகாத்து கொள்ளுங்கள். Only Catholics who have made themselves worthy of receiving Holy Communion by making proper confession might come forward to receive the Holy Communion. Please take care of your belongings when you come to receive the Holy Communion. ദിവ്യകാരുണ്യമേ, എന്റെ പൊന്നേസുനാഥാ, അന്ന് വാണിടുന്നു എന്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹോദാസയാ തീർന്നൊരാ ദൈവസ്നേഹം ഇന്നു കാണുന്നു ഞാൻ. ഈ തെരവസ്ഥയിൽ സ്നേഹം മെലിയായി തീരുന്ന സ്നേഹം, ഒരു സോളം എത്തുന്ന സ്നേഹം മെലിയായി തീരുന്ന സ്നേഹം.
ദൈവസ്നേഹം ചുടു ചോര ചിന്തുന്ന സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ സ്വയം ശൂന്യമാകുന്ന സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ കാരുണ്യമേ എന്റെ പൊന്നീശുനാഥ വന്നു വാണിടുന്നു എന്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹോദാസയാ തീർന്നുറ ദൈവസ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അറിയിപ്പുകൾ. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇടവക ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലി ജയ+ TV ചാനലിലൂടെ സംപ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 9 മണി വരെ ഇടവക ദേവാലയം പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുറന്നിരിക്കും. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ നിത്യാരാധന കപ്പേളയും പ്രാർത്ഥിക്കുവാനായി തുറന്നിരിക്കും. എല്ലാ ദിവസവും രാവിലെ 6:30 മണി മുതൽ 8 മണി വരെ മലയാളത്തിൽ കുമ്പസാരം ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ 12:30 മണി വരെ മലയാളത്തിലും മറ്റു ഭാഷകളിലും കുമ്പസാരം ഉണ്ടായിരിക്കും. കുമ്പസാരിക്കാതെ ആരും തിരിച്ചു പോകരുത്. എല്ലാ ദിവസവും വൈകുന്നേരം 5:30 മണി മുതൽ രാത്രി 8 മണി വരെ മലയാളത്തിലും മറ്റു ഭാഷകളിലും കുമ്പസാരം ഉണ്ടായിരിക്കും. എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട സംഭവങ്ങൾ സിനിമാ രൂപത്തിൽ പ്രദർശിപ്പിക്കുന്നു. ഇന്ന് 11:30 മണിക്ക് സ്റ്റെല്ല മാരീസ് ഹാളിൽ വെച്ച് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട സംഭവങ്ങൾ സിനിമാ രൂപത്തിൽ പ്രദർശിപ്പിക്കുന്നു. എല്ലാവരും അത് കണ്ട് സാക്ഷികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവസാനത്തെ പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.
സർവശക്തനായ ദൈവമേ, ഈ രഹസ്യത്തിൽ പങ്കുകൊള്ളുന്നത് വഴി ഞങ്ങൾ സകലവിധ തിന്മകളിൽ നിന്ന് വിമുക്തരായി അങ്ങേ കാരുണ്യത്തിന്റെ പരിരക്ഷയ്ക്ക് യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ സമാധാനത്തിൽ പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഈശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞ് തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കെന മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കെന മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോ, അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോ അപ്പത്തിൽ വാഴുന്നവരെ ഞാൻ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നവരെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കെന മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കെന മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു.